പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. തലയുയർത്തി നിൽക്കുന്ന സഹ്യാദ്രിയുടെ മലയിടുക്കുകൾ മുതൽ അലയാഴികൾ കഴുകാനെത്തുന്ന കടലോരം വരെ നീണ്ടു കിടക്കുന്ന തകർന്നു കഴിഞ്ഞ നെടും കോട്ട. ആ കോട്ടയുടെ ഓരം ചേർന്ന് ഒരു കൊച്ചു കോട്ടയോടെയാണ് തലമുറകളിലൂടെ വളർത്തിയെടുത്ത ആത്മീയതയുടെ പൈതൃകം കാത്തു സൂക്ഷിക്കുവാൻ ഈ ഗ്രാമീണർ ഒരു പുതിയ കോട്ടയുടെ നിർമ്മിതിക്കായി ഒത്തുകൂടി. ഞങ്ങൾ അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു ആലയം. ആരും കാണാമോ? എന്റെ പപ്പേട്ട ആരും കാണില്ല, ഇങ്ങോട്ട് പോന്നോ? ഒരു 2 രൂപയ്ക്ക് വിളിച്ചേടാ. മക്കാനില്ലടാ. എന്ത് പ്രശ്നമാണോ? അതിന് തരാനുള്ള പൈസ എന്നിട്ട് മതി. എന്റെ കൂട്ടുകാരൻ പൈസ തരാണ്ട് പോവോ? പപ്പട എന്നാലും കുടിച്ചോ, നീ വേണ? ശരിയല്ല ചേട്ടാ, തമാശ കളിക്കണേട്ടാ, കാശ് എന്നിട്ട് പോ. നീ കൂട്ടുകാരനോട് പൈസ വയ്ക്കാനായ കൈയെടുക്ക്. പിന്നെ കൈയെടുക്കാനല്ലേ പറഞ്ഞത്? ഞാൻ അടുത്തിട്ടാണ് എടുത്തോളാ. എന്നിട്ടും മതിയില്ല. വെള്ളം തിരിക്കാൻ പോയി എന്റെ കുട്ടേട്ടൻ അപ്പ എനിക്ക് മനുഷ്യ എനിക്കണോ? ഇവന്മാരിവിടെ ബാക്കി നാട് കുട്ടിച്ചോറാക്കും. നമ്മളെ രക്ഷിക്കാൻ, നമ്മുടെ നാട് രക്ഷിക്കാൻ ഇവിടെ ആരാ ഉള്ളത്? എന്റെ കർത്താവേ! ഞാൻ നിങ്ങൾക്ക് മുൻപേ ഒരു ദൂതനെ അയക്കും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. മകനെ കുരിശെടുക്കും. അച്ഛോ ഈശ്വരി സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛനെ അങ്ങോട്ടാ പോയേ? ഞങ്ങൾ വന്നിട്ട് എത്ര നേരമായി അറിയൂ? ആ ചെറുപ്പകുളത്ത് ബാലുവിന്റെ അപ്പനെ തീരെ വയ്യ. കുറച്ച് ദിവസമായിട്ട് കിടന്ന കിടപ്പാ. അവിടെ രോഗിലേഖനം കൊടുക്കാൻ പോയതാ. ഏത്? ആ വോട്ട് കമ്പനിയിൽ ജോലിയുള്ളതാണോ? അതന്നെ. അല്ല, എന്താ എത്ര തിരക്കിട്ട്? എന്താ കാര്യം? വാർഷികത്തിന്റെ തീയതി അച്ഛൻ ചോദിച്ചിട്ട് പറയാനാ പറഞ്ഞത്. ഡയറക്ടറച്ഛനായിട്ട് അച്ഛൻ സംസാരിച്ചിരുന്നു. അതറിഞ്ഞിട്ട് വേണം നമുക്ക് ഒരുക്കങ്ങളൊക്കെ തുടങ്ങാൻ. അത് തന്നെ സംസാരിക്കാനുള്ള. ഓഗസ്റ്റ് 14 തുടങ്ങി 18 വരെ അവർ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്ഥലമൊക്കെ നമ്മൾ തീരുമാനിച്ചേക്കുന്നതല്ലേ?
കിഴക്കേമുലയില് കപ്പേടക്കറയുടെ പുറകിലുള്ള ആ കശുമാൻ തോട്ടല്ലേ, അത് ആകെ കാട് പിടിച്ചിറങ്ങണ സ്ഥലമാണ്. അവിടെ രാത്രിയാകുമ്പോ വാറ്റും ഉച്ചയിട്ടുകളിയൊക്കെ ഉണ്ട്. അവിടെ വേണോ? നമുക്കത് വൃത്തിയാക്കി എടുക്കാന്നേ. നമ്മുടെ സൊഡാക്കിയുടെ പിള്ളേരെവിടെ? അവര് താഴെ ഗ്രൗണ്ടില് ജിമ്മി ജോർജ കളിയാണ്. എന്തോന്ന്? ആ വോളിബോളേ. അവരോട് നാളെ രാവിലെ വരാൻ പറയും. നീ ഇങ്ങോട്ട് പോ, നിങ്ങൾ അങ്ങോട്ട് പോ. നീ ഇവിടെ വൃത്തിയാക്കി. അല്ല അപ്പൊ ചേട്ടനോ? ഏയ് അങ്ങനെയല്ല. അച്ഛൻ എന്തായാലും എന്തെങ്കിലും കഴിക്കാൻ വന്നു. നിന്നോട് ചോദിക്കുക എന്താ വേണ്ടത്. അപ്പൊ ബിരിയാണി പറഞ്ഞു കേട്ടോ. സെറ്റല്ലേ? ആ സെറ്റ് നീ പോയി പണിയാക്കി. ഇതാ ചോരുമോനെ, എന്താ കഴിക്കാൻ വന്നേ? കാര്യമൊന്നും വേണ്ട വെച്ചാ ലൈറ്റൊക്കെ എന്തിനും മതി. എന്നാ അവനെല്ലാം കുഴപ്പമില്ല. അച്ഛാ ഇങ്ങോട്ട് വന്നേ. സെറ്റപ്പ് എന്ത് ഡാടാ അതൊക്കെ എടുത്താണ് ടോട്ടിലേക്ക് എടുത്തേ. ദൈവം നിങ്ങളെല്ലാവരും
പണിയണതിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുമോ? ആ അത് ശരിയാണ്. ഇവിടെയുള്ളത് കൃഷിക്കാരും ദിവസക്കൂലിക്ക് പണിക്ക് പോണവരും കുറച്ച് കമ്പനി ജോലിക്കാരുമാണ്. ഒരു പള്ളി പണിയാൻ ഒരുപാട് ലക്ഷങ്ങളാവില്ലേ? നമുക്കതെങ്ങനെ? സത്യദീപം കൊടുക്കുന്നതിന് എനിക്ക് കിട്ടുന്ന കമ്മീഷനിൽ നിന്നുള്ള ഒരു വിഹിതമാണിത്. അന്നത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത ഈ അമ്മച്ചിക്ക് തരാൻ സാധിച്ചുവെങ്കിൽ നമുക്ക് എല്ലാവർക്കും സാധിക്കും. നമുക്ക് സാധിക്കണം. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അത് നിറവേറ്റേണ്ടത് നമ്മുടെ കടമയാണ്. നമുക്കത് പറ്റും. നിങ്ങൾ കൂടിയുണ്ടാവില്ലേ? കൂടിയുണ്ടാവില്ലേ? കഴിഞ്ഞ ആഴ്ച വരെ ഇത് നമ്മുടെ സ്ഥലമായിരുന്നു. നമ്മൾ വാറ്റി വെച്ചതും വാറ്റാൻ വെച്ചതും എല്ലാം ഒരേ നശിപ്പിച്ചു. നീയൊക്കെ ഇവിടെ വായിൽ വിരൽ തിരിക്കുള്ളൂ. അവന്മാര് ഇവിടെ കപ്പയുടെ പണി, കുറച്ച് കഴിയുമ്പോ പള്ളി പണി. നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? അതിന് നമ്മളെന്ത് കോപ്പടിക്കാനാ? എന്നാലേ നമുക്കത് കത്തിച്ചാലാ. എന്റെ ദൈവം തമ്പുരാനെ, ആരെ കുറിച്ചത് നമ്മളോട് കാണിച്ചേ? ഒരുപാട് നാളായി ആഗ്രഹിച്ച് ഒരു കപ്പേള പണിതതാ. അതിപ്പോ ഇങ്ങനെയായി. ഇനി ഒരു പള്ളി കൂടി നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടോ? കത്തിപ്പോയത് നമുക്ക് ഒന്നുകൂടെ കെട്ടാം. നമ്മുടെ പിള്ളേരോട് രാത്രി ഇവിടെ കാവലിരിക്കാൻ പറയണം. അടുത്ത ബുധനാഴ്ച ഔസേപിതാവിന്റെ പുതിയ രൂപം പ്രതിഷ്ഠിച്ച് നൊവേനയോട് കൂടി പള്ളിപ്പണിയുടെ ആദ്യപടി ആരംഭിക്കാം.
ഈശ്വമിശിയായിട്ട് സ്തുതിയായിരിക്കട്ടെ അച്ഛ. ഇത് ഞാൻ ഇന്നലെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞോളൂ. എന്താ കുട്ടേട്ടാ? എന്താ കാര്യം? എനിക്കൊന്ന് കുമ്പസാരിക്കണം. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നല്ലതെന്ന് പറയാൻ എൻ്റെ ജീവിതത്തിലൊന്നുമില്ല. ഞാൻ ചാവാൻ കിടന്നപ്പോൾ നമ്മുടെ പള്ളിക്കാരുണ്ടായുള്ളൂ എന്നെ സഹായിക്കാൻ. നിങ്ങൾക്ക് ആർക്കും പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ചാരായത്തിൻ്റെ ലഹരിയിൽ അവന്മാരുടെ വാക്കും കേട്ട് എൻ്റെ ഈ കൈകൾ കൊണ്ടാണ് ഞാൻ നമ്മുടെ കപ്പുകളെ കത്തിച്ച്. തെറ്റുകളെല്ലാം ഏറ്റുപറയാൻ കാണിച്ച ആ മനസ്സുണ്ടല്ലോ, അത് ദൈവം കാണുന്നുണ്ട്. അത് മതി നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടുവാൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.